എടാ ഒന്നും പറയാല്ല, ഈ കള്ളാരം അടിപൊളിയാണ്. എൻ്റെ അമ്മോ, ഇത്രയും ചിരിച്ച് ആഘോഷിച്ച് പറഞ്ഞ് ക്ലൈമാക്സ് ഒക്കെ എൻ്റെ ദൈവമേ വേറെ ലെവൽ. എല്ലാം കുറച്ച് അച്ചാറ് സോറി എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. ഗുരുവായൂർ അമ്പലം നടയിൽ വന്ന് കാണാൻ എൻജോയ് ചെയ്യുക, കൂടുതലൊന്നും പറയില്ല. ഒത്തിരി സസ്പെൻസ് ഉണ്ട്, ഒത്തിരി ചിരിക്കാനുണ്ട്. ബേസിൽ പൃഥ്വിരാജ് എല്ലാം അടിപൊളിയുണ്ട്. ബിപിൻ ദാസ് പൊളിച്ചെടുക്കുന്നുണ്ട്. ഒന്നും പറയാനില്ല, ഇതൊരു 1.5 കല്യാണമാണ്. എനിക്കൊന്നും പറയില്ല. ത്രൂ എക്സൈറ്റഡ്, ഒത്തിരി ചിരിക്കാനുണ്ട്. കുറേ അക്ഷരം ഇത്ര ചിരിക്കണം. പൊളി കിടിലം പടം. ബിപിൻ ദാസ് പിന്നെ ഒരു കിടിലൻ ഡയറക്ടറാണെന്ന് വീണ്ടും തെളിയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജുവേട്ടൻ, ബേസിൽ എല്ലാവരും പടത്തിൽ അഭിനയിച്ച എല്ലാവരും, യോഗി ബാബു ആയാലും എല്ലാവർക്കും സ്പോണ്ടേനിയസ് ആയിട്ട് പറഞ്ഞ കുറേ കോമഡീസ് ഉണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അവർ ആ ഗുരുവായൂർ ആ നട സെറ്റിട്ടത് അത് നല്ലോണം അവർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു ഫൺ പാക്ഡ് ഒരു കോമഡി പടം, അടിപൊളി പടം. ഹ്യൂമേഴ്സൊക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. ഇരുന്ന് ചിരിക്കാം, തുടക്കം തൊട്ടിട്ട് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് നമുക്ക് ചിരിക്കാനായിട്ടുള്ള ഒരു വക പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ച് ഈ കോമിക്കൽ ടൈപ്പ് വില്ലനെ രാജുവേട്ടൻ കുറച്ച് ഓവറാക്കി, കഥാപാത്രത്തിന് വേണ്ടി കുറച്ച് ഓവറാക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഒട്ടും അങ്ങനെ ഉണ്ടായില്ല, അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ 100% കോമഡി പടം കേട്ടോ. ആദ്യം ഫസ്റ്റ് സീൻ മുതൽ അവസാനം വരെ ചിരിച്ച് ഇടപാട് ചെയ്തു. അടിപൊളി. അവസാനമൊക്കെ നമ്മൾ ഗോഡ് ഫാദറിനായിട്ട് അവസാനം കണ്ട പോലെയാണ്. സൂപ്പറായിട്ട് കോമഡി തകർത്തു. എല്ലാം ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ അവസാനം പൃഥ്വിരാജിൻ്റെ ഓവറാണെന്ന് വിചാരിച്ചു. അതൊന്നും അല്ല, പടം കിടിലൻ. എല്ലാവരും എന്ന് വെച്ചാൽ ഒരാളും ഒരു മോശമില്ല, തകർപ്പൻ പടം, ഒന്നുമില്ല, സൂപ്പർ പടം. കംപ്ലീറ്റ് കോമഡി എൻ്റർടൈനറാണ്. ചിരിയുടെ മാലപ്പടക്കാണ് തിയേറ്ററിൽ. സിനിമ സീൻ 1 മുതൽ പൃഥ്വിരാജും ബേസിലും തമ്മിലുള്ള കോമ്പിനേഷൻ അതിഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. ഒരു സീനിൽ പോലും ചിരി മാറാതെ വളരെ രസകരമായ സബ്ജക്റ്റ്. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. 2 വീടുകൾ തമ്മിലുള്ള കല്യാണം, അവരുടെ ഇടയിലുണ്ടാകുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, അതിനെ ഒരു ന്യൂജൻ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം ബേസിലിൻ്റെ സേഫ് സോണാണ് കോമഡി, പക്ഷേ പൃഥ്വിരാജിൻ്റെ കോമഡി ഒരു രക്ഷയില്ല. ക്ലൈമാക്സിലൊക്കെ എടുക്കുമ്പോൾ സെൽഫ് ട്രോൾ, അവസാന ഗുരുവായൂർ അമ്പലത്തിലുള്ള രംഗങ്ങളൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്, നമ്മളൊരു നന്ദനം ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന അതിഗംഭീരമായ മൂവിയാണ്. സിനിമ തുടങ്ങിയത് മുതൽ അവസാനം വരെ ചിരി നിർത്തുന്നില്ല. കംപ്ലീറ്റ് ചിരി മസാല എൻ്റർടൈനറാണ്. അടുത്ത കാലത്ത് ഇറങ്ങിയ കോമഡി എൻ്റർടൈനുകളിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സിനിമയായി ഗുരുവായൂർ അമ്പലം നടയിൽ മാറും. ഈ ഒരു സിനിമ നമ്മുടെ ഓരോ സിനിമകളും മാറി മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്ന വലിയ സ്റ്റാർ കാസ്റ്റ് അതിഗംഭീര മൂവിയായിട്ടാണ് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലം. ഭയങ്കര വൻ പെർഫോമൻസ്. അഴിഞ്ഞടി സെക്കൻഡ് ഹാഫ് അഴിഞ്ഞാട്ടോ. നല്ല വൈബായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. പിന്നെ കുറെ പേര്, സാഫ് ബോയ്, സിജു, ജോമോൻ കിട്ടിലും പെർഫോമൻസ്. കോമഡി എൻ്റർടൈനറാണ്. അതായത് ത്രൂ ഔട്ട് കോമഡി എൻ്റർടൈനറാണ്. അതായത് മറ്റേ പൃഥ്വിരാജായാലും ബേസിലായാലും കോമഡി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കോമഡിയും വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ നമുക്ക് മെയിനായിട്ടും പറയുകയാണെങ്കിൽ കാശ് കൊടുത്ത് മുതലാവണ ടിക്കറ്റ്, അങ്ങനെ വേണം പറയാം. കാരണം പടത്തിൽ ഫുൾ ത്രൂ ഔട്ട് കോമഡിയാണ്. പിന്നെ പെർഫോമൻസ് ആയാലും പൃഥ്വിരാജിൻ്റെ ഒക്കെ ആക്ഷൻ ക്ലൈമാക്സിൽ ഓർമ്മയുണ്ട്, അതൊക്കെ രസമാണ്. എന്തായാലും കൊള്ളാം. ഓവറോൾ തിയേറ്റർ വാച്ചബിളാണ്, ഹിറ്റാണ് പടം. സൂപ്പറാണ്, നല്ല മൂവിയാണ്, നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന എഡിറ്റിങ്, പിന്നെ ബിപിൻ സാറിൻ്റെ ആ കഴിവ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ബേസിലാണ് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത്. കോമഡിയൊക്കെ ആയിട്ട് ആ എക്സ്പ്രഷനൊക്കെ നന്നായിട്ടുണ്ട്. താങ്ക് യു. പൃഥ്വിരാജ് ഓക്കെയാണ്, നന്നായിട്ടുണ്ട്, ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവി തന്നെയാണ്. അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. പൃഥ്വിരാജിൻ്റെ ഒരു നല്ലൊരു ആക്ഷൻ മൂവി എന്നുള്ള രീതിയിൽ, കടുവയൊക്കെ പോലെ നല്ലൊരു ആക്ഷൻ മൂവിയാണ് ശരിക്കും പൃഥ്വിരാജിൻ്റെ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ എന്നാലും ഇത് ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു നല്ല മൂവിയാണ്. എല്ലാവർക്കും നന്നായിട്ട് ചിരിയൊക്കെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. നമ്മുടെ പ്രേമലൂലൊക്കെ ചിരിച്ച പോലെ തന്നെ കുറേ സീനുകൾ വന്നപ്പോൾ എല്ലാവരും നന്നായിട്ട് ചിരിച്ചു. ബേസിൽ ജോസഫിൻ്റെ ആണെങ്കിലും പൃഥ്വിരാജിൻ്റെ കറക്റ്റ് കട്ടയ്ക്ക് നിൽക്കുന്ന അഭിനയമായിരുന്നു. തീർച്ചയായിട്ടും ഗുരുവായൂർ അമ്പലം നടന്ന ചിത്രം ഒരുപാട് കോമഡി വർക്കൗട്ടായ ചിത്രമാണ്. പൃഥ്വിരാജ് സുകുമാരനും ബേസിൽ ജോസഫും കൂടെ ചേർന്നപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഏറ്റെടുത്ത് ഒരുപാട് ഓർത്തിച്ചിരിക്കാനുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ള ചിത്രമായിരുന്നു. അവർക്ക് കൂട്ടായി അനശ്വരയും നമ്മുടെ നിഖിലയും കൂടി ചേർന്നപ്പോൾ നല്ലൊരു കോംബോ തന്നെയായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ റോൾ ഭംഗിയാക്കിയിട്ടുണ്ട്. എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു. പടം ഉഷാറായിട്ട് വെച്ചാൽ നമുക്ക് അറിയാലോ, ബേസിൽ ചേട്ടനും രാജുവേട്ടനൊക്കെയുള്ള ആ ഒരു തമാശ, ആ ഒരു കോംബോ അത് ഈ പടത്തിൽ നന്നായി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ പടം നോക്കിയ അവസാനം വരെ ഫുള്ള് ചിരിച്ച് വേറെ വൈബായിരുന്നു. കാരണം നമുക്ക് നല്ല മൂഡ് കിട്ടി ഈ പടം കാണുമ്പോൾ, പ്രത്യേക ഒരു എനർജി.
അത് ഈ സിനിമ എല്ലാ പ്രേക്ഷകർക്കും അത് ഉണ്ടാവട്ടെ. കാണാത്തവർ ഈ സിനിമ പോയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫെസ്റ്റിവൽസ് ആണ്. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കൊരു മൂഡ് കിട്ടുമല്ലോ, അത് ഈ പടത്തിലുണ്ട്. അത് 100% എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കാണുന്ന പ്രേക്ഷകർക്കും കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്.